friends, good morning. Welcome back to my YouTube channel. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഒത്തിരി എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഹവായ് വെക്കേഷന്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഇവിടെ ഹവായിൽ വന്ന് ലാൻഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹിൽട്ടണിലാണ്. സോറി പറയാൻ വിട്ടുപോയി. നമ്മൾ ഇപ്പൊ ഉള്ളത് ഹവായ് എന്ന് പറയുന്ന പസഫിക് ഓഷനിലുള്ള കുറച്ചധികം ഐലൻഡ്സ് ഉണ്ട്. അതിൽ ഒരു ഐലൻഡായ ഒവാഹു എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അതിൽ ഹൊണലുലു. ഇപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് വൈക്കിക്കിയിലുള്ള ഹിൽട്ടൺ വില്ലേജിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും ഇതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാന്ന്. ഹവായിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും കേട്ടോ. എന്താ കാര്യം എന്നറിയില്ല, ഇവിടുത്തെ വെതർ ആണോ അതോ ഇവിടുത്തെ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണോ എന്നറിയില്ല, ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ നാടിന്റെ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഒരു വെക്കേഷൻ പ്ലാനിലേ ഉണ്ടായിരുന്നല്ല ഈ ഒരു ഹവായ് വെക്കേഷൻ എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും എങ്ങനെയൊക്കെയോ നമ്മൾ ഇവിടെ എത്തി. ഇനി ഈ ഈവനിങ് നമ്മൾ ഇവിടെയൊക്കെ നടന്ന് കാണുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. Favorite person, he is coming to you. Coming over to say, this is my spot. What are you doing? He came to you, Ryan. No, he's not going to do nothing. Is that your alarm? That's my alarm. ഇനി നമ്മുടെ റൂം ടൂർ ആണ്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. നമുക്ക് 2 ബെഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കോഫിക്കൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റ് റൂം. അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ഷവർ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് സൈഡിലായിട്ട് 2-3 ക്ലോസറ്റുകൾ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി ഞാനിപ്പോൾ കാണിച്ചു തരാം. Ryan, pick up your backpack. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് കേട്ടോ ഈ ഒരു ബാൽക്കണി സ്പേസ് എന്ന് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ കുറേയധികം ബിൽഡിങ്സ്, അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ആ ഓഷ്യൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ മൗണ്ടെയ്ൻസ്, അതായത് മലകളിലൊക്കെ മഞ്ഞിറങ്ങുന്നതും പിന്നെ ചിലപ്പോൾ മഴവിലൊക്കെ വരുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ചെറിയ കിളികളുടെ ശബ്ദവും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യും കേട്ടോ ഇവിടെ. പിന്നെ കുറേ പൂസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പോകുന്നത് ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. നമുക്ക് ബീച്ച് കണ്ടിട്ട് വരാം. ബീച്ച് കണ്ടു കഴിഞ്ഞാൽ റായനെ പിടിച്ചു വെക്കൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ റായൻ ഓൾറെഡി സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ വെള്ളത്തിൽ എടുത്ത് ചാടിയിട്ടുണ്ട്. എന്തായാലും വലിയ വേവ്സ് ഒന്നും അല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ സേഫായിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബീച്ച് ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കുറേയധികം ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ വെതർ ഉണ്ടല്ലോ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പം നല്ല വെയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മഴ പോലെ പെയ്യും അങ്ങനെ. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് മഴവില്ലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. വെയിലും മഴയും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്താണെന്ന് തോന്നുന്നു നമുക്ക് മഴവില്ല് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മഴവില്ല് കാണാൻ പറ്റും കേട്ടോ എന്ന്. ചെറുതായിട്ട് ഈ ഒരു സൈഡിൽ മഴവില്ല് തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബീച്ചിൽ നിന്ന് കയറി വന്നപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ആനനെ കിട്ടിയാലും തിന്നാൻ മാത്രമുള്ള വിശപ്പുണ്ട്. എന്തായാലും എവിടുന്നാ കഴിക്കുന്നതെന്നുള്ള ഡിസ്കഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇച്ചിരിയൊക്കെ ഈവനിങ് രാത്രിയായി തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ ന്യൂയോർക്ക് ടൈമും ഹവായ് ടൈമും വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിന്നർ ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഹിൽട്ടണിൽ നിന്ന് തന്നെയായിരിക്കും കഴിക്കാനായിട്ട് ചാൻസ് കാണുന്നത്. കാരണം ഇനി വെളിയിൽ പോയി റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് കഴിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട്
നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഉള്ള ഒരു പ്ലേസിൽ നിന്ന് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അന്വേഷണങ്ങൾക്കും നീണ്ട വെയിറ്റിങ്ങിനൊടുവിലായിട്ട് നമ്മൾ ആ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് റോബിൻ ഓർഡർ ചെയ്തത് എക്സ്പ്രസോ മാർട്ടിനി, എൻ്റെത് ഒരു പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് ആണ്, റയൻ്റെത് ഒരു ട്രോപ്പിക്കൽ ഡ്രിങ്ക് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു പോക്കെ നാച്ചോസിൻ്റെ ഒരു പോക്കെ ബോളാണ്, റോബിൻ്റെത് സ്റ്റേക്ക് ആണ്, റയൻ ഫ്രൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.